തൃച്ചംബരത്തെ നടത്തി മാറ്റിക്കൊണ്ടുവരുമ്പോ ഈ കല്യാണിയുടെ ലോകത്ത് പിന്നീട് വലിയ കുഞ്ഞ് മാത്രമായിരിക്കും ഞാൻ കരുതിയത്. പക്ഷെ എനിക്ക് തെറ്റി. കൂടപ്പിറപ്പുകളായിട്ട് അനിയമിഞ്ഞ നന്ദന എന്റെ കൂടെ തന്നെ നിന്നു. ശിവരാമ സാറ് ഒരച്ഛന്റെ കരുതലോടെ ചേർത്ത് നിർത്തി എന്നെ. പിന്നെ ഓപ്പോളമ്മ, ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അമ്മയ്ക്കെതിരെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് ഞാനാണെന്ന് അറിഞ്ഞിട്ട് അനിയങ്ങൂടെ വന്നിരുന്നു. അത് ഞാനറിഞ്ഞ കാര്യമില്ലെന്ന് മനസ്സിലായപ്പോഴാ ഒന്ന് തണുത്തത്. അതിന്റെ പേരില് എനിക്ക് ഓപ്പോളമ്മയോട് കയർത്ത് സംസാരിക്കേണ്ടി വന്നു. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് തലചുറ്റി വീണു. അന്ന് രാത്രിയില് അന്ന് മാഡത്തിന് ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ ഇവിടെ വന്ന് എന്നെ പരിശോധിച്ചു. ആ ഡോക്ടർ വിളിച്ചു വരുത്തിയത് നന്ദനായിരിക്കും ഞാൻ കരുതിയത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി. സംശയം എന്താ, അമ്മ തന്നെ. കല്യാണി, എല്ലാവരും പാഴ്ക്കിനാവായി കണ്ട് മറന്നേക്ക്. ആർക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പാവ ഇളയച്ചൻ നിന്നെ സങ്കടപ്പെടുത്തിയ കുറ്റബോധം കൊണ്ട് നിന്നോടൊരു വാക്കുപോലും പറയാതെ പോയത്. ഇങ്ങോട്ട് നോക്ക്, മഴ പെയ്ത് തീർന്നില്ലേ? മാനവും തെളിഞ്ഞു. പിന്നെന്തിനാ ഈ മുഖത്തൊരു കാർമിക കൂട്ട്? ഹാവൂ, ഇപ്പോഴാ എന്റെ ആകാശത്ത് സൂര്യൻ ഉദിച്ചത്. ഇനി എന്റെ ചെമ്പരത്തി ഒന്ന് ചിരിച്ചേ. നല്ല ചെമ്പരത്തി ചേലുള്ള ചിരി. ഒന്ന് പോവല്ലോ. എന്നാ ഞാൻ പോയേക്കാം. ഭഗവാനെ, എന്റെ പ്രാർത്ഥന കേട്ടതിന് 1000 നന്ദി. വേദനകളിലൂടെയുള്ള അനുഭവം ഒത്തിരി സമ്മാനിച്ചെങ്കിലും എന്റെ കുഞ്ഞിനെ അവിടുന്ന് ഒരു പരിക്കും പറ്റാതെ തിരിച്ചേൽപ്പിച്ചല്ലോ. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് തക്കതായ മറുപടി അവിടുന്ന് തന്നിട്ടുണ്ട്. ദൈവത്തെ മറന്ന് ഒരു നിമിഷം ഈ അകലെ പ്രവർത്തിച്ചിട്ടില്ല. ഇനിയെങ്കിലും ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചു തരണേ. കൃഷ്ണ.
ഒപ്പോളമ്മ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. എനിക്ക് പോകാൻ ഇഷ്ടമല്ല അമ്മേ. എനിക്ക് പേടിയാ ഒപ്പോളമ്മേ. ഞാൻ പോകുന്നില്ല അമ്മേ. ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല. ഞാൻ പോയ ഇവിടെ ചേച്ചിക്ക് ആരാ അമ്മ ഉള്ളത്? എനിക്കിട്ട് ചേച്ചി വിട്ടുവരാൻ പറ്റില്ല. ചേച്ചി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നാട്ടിൽ ചെന്ന് നിൽക്കുന്നതും അവിടെ നിന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് ഓർക്കാനേ വയ്യ. ഈ അച്ഛൻ ഇവിടെ വന്ന് നമ്മളോടൊപ്പം നിന്നൂടെ? അച്ഛൻ എന്തിനാ അവിടെ പോയി ഒറ്റയ്ക്കിരിക്കുന്നേ? ഏതായാലും ഞാൻ ഒപ്പോളമ്മയുടെ കൂടെ നാട്ടിലേക്ക് പോകുന്നില്ല. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാ ഞാൻ ചത്ത് കളയും. നോക്കിക്കോ. അമ്മയ്ക്കറിയോ, അമ്മ പോയ സമയം മുതൽ ചേച്ചിയാ എന്റെ അമ്മ. ചേച്ചിയെ കാണാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അമ്മ. ഈ ഓപ്പോളമ്മ എന്തിനാ വന്ന് ഇവിടെ നിൽക്കുന്നേ? എനിക്ക് അവരിഷ്ടല്ല. അമ്മ കാണാറില്ലേ, അവർ രാവിലെ മുതൽ എന്നെ ഇട്ട് ഇവിടെ പാടുവരുത്തുക. വയറ് നിറച്ച ആഹാരം പോലും തരുന്നില്ല അമ്മ. ഓപ്പോളമ്മ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ഓപ്പോളമ്മയുടെ കൂടെ പോവില്ല. അമ്മയ്ക്ക് പറ്റുമെങ്കിൽ എന്നെ കൊണ്ടുപോകുന്നതിൽ നിന്ന് ഓപ്പോളമ്മയെ പിന്തിരിപ്പിക്കേ. അല്ലെങ്കിൽ ഓപ്പോളമ്മ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന അന്ന് തന്നെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരും. നോക്കിക്കോ. ഇത് അമ്മയുടെ മകൻ വെറുതെ പറയുന്നൊന്നുമല്ല. ചേച്ചി അടുത്തില്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്തേക്കേ വരും. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പോയ അച്ഛനോട് എനിക്ക് ദേഷ്യ. ഒന്ന് ഫോൺ പോലും ചെയ്യില്ല, വിളിച്ചോട്ടും എടുക്കത്തുമില്ല. എന്ത് കഷ്ടം അമ്മ ഇത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ, ഞങ്ങൾ വരുവേ. ആ എടാ സുബ്രു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കൈയെടുക്കണം എന്റെ പുറത്തുനിന്ന്. എന്റെ കൺട്രോൾ പോയി നിൽക്കുക. ഒന്നുകൂടെ തന്നാനുണ്ടല്ലോ അവന്റെ ഒരു അജ്ഞാതവാസം. എടാ സുബ്രു, അത് ഇളയച്ചൻ. ഇളയച്ചൻ മാങ്ങാത്തൊലി. എന്നിട്ട് നീയൊക്കെ എന്ത് നേടി? എന്റെ ഓഫീസിൽ വരെ വന്ന് പോലീസ്, അറിയോ? എന്റെ സബോർഡിനേറ്റ്സിന്റെ മുന്നിൽ ഒരു പ്രതിയെ പോലെ നിൽക്കേണ്ടി വന്നു എനിക്ക്. എടാ, ഈ നിൽക്കുന്ന ഇവനെ കണ്ടില്ലേ നീ? ഇവൻ കയറി കെട്ടി തൂങ്ങുന്നായിരുന്നു എനിക്ക് സംശയം. സുബ്രു പ്ലീസ്, എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നു വിചാരിച്ച ഇളയച്ചൻ. ചില സമയത്തൊരു നഴ്സറി കുഞ്ഞിന്റെ ബുദ്ധി ഇല്ലല്ലോടാ നിനക്ക്. കഷ്ടം. നാഴികയ്ക്ക് 40 വട്ടം അന്തസ് പ്രൗഢി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നിന്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? പിന്നെ അവർ ജീവിച്ചിരിക്കോ? നിന്റെ ഇളയച്ചന്റെ ഒരു ചാണക്യ ബുദ്ധി. പോട്ടെ സുബണ്ണ, ബ്രോ തിരികെ വന്നില്ലേ, അതിനും വലിയ സന്തോഷമുണ്ടോ സുബണ്ണ? അതല്ലടാ, നമ്മളെയൊക്കെ പറ്റിച്ചത് പോട്ടെ. ഇവനെ ശരണമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആ പാവം കല്യാണിയോട് ഒരു വാക്ക് ഇവന് പറഞ്ഞുകൂടായിരുന്നു? ഒരു എല്ലാധികം ഉള്ള സ്ത്രീയാണെങ്കിലും ആ ഓപ്പോളമ്മ വന്നതുകൊണ്ട് കല്യാണി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. പോട്ടെ മച്ചു, നീ അത് കളഞ്ഞേക്ക്. എടാ, നിന്റെ അച്ഛനുണ്ടല്ലോ, അതുപോലൊരു മനുഷ്യനെ കിട്ടാൻ താമസിരിക്കണം. ആ മനുഷ്യൻ വന്ന് എന്റെ മുമ്പിൽ വിതുമ്പിയത് ഓർക്കുമ്പോ അത് വിട്. നീ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയില്ലായിരുന്നോ? അയാൾ നിന്നെ കൊണ്ട് പൊറുതിമുട്ടി. അയാളുടെ വീട്ടിൽ പോലീസുകാർ നിരങ്ങുമായിരുന്നു. ആ ജോലിയിൽ നിനക്ക് ഇനിയും തുടരാന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ വെച്ചേക്കില്ല. സുബണ്ണ നിർത്ത് സുബണ്ണ. ഇപ്പൊ ബ്രോ വന്നത് അബദ്ധായെന്ന് വിചാരിക്കുന്നുണ്ടോ? നീ വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. വേണ്ട, എനിക്കൊരു ജോലിയുണ്ട്. വല്ലപ്പോഴെങ്കിലും അവിടെ പോണം. മാത്രമല്ല, ഇങ്ങനത്തെ ചങ്ങാത്തമാണെങ്കിൽ നീയുമായിട്ടുള്ള കൂട്ട് വിട്ടാലോന്ന് ആലോചിച്ച് നിൽക്കാൻ ഞാൻ. സുബ്രു, ഇത്രയും നിന്റെ മുഖത്തൊക്കെ ഔട്ട് ഹൗസ് വെച്ച് പറയാൻ പറ്റില്ല. അതാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇന്ന് ഓഫീസിൽ അദാലത്ത് വെച്ചിരിക്കുക. കൃത്യസമയത്ത് എത്തണം. നമുക്ക് വൈകിട്ട് കാണാം. ശരി. നീ പറ്റുമെങ്കിൽ കുറച്ച് സമയം ആ പെണ്ണിന്റെ അടുത്ത് പോയിരിക്കും. പോട്ടടാ. ശരി. ചുമ്മാ. ഓക്കെ, ശരി, കാണാം. ശരിടാ. ശരി.
അനിയൻകുട്ടാ, എടാ അനിയൻകുട്ടാ. നീ എന്താ റെഡിയായില്ലേ? വേഗം ആകട്ടെ, ഈ വേഷമൊക്കെ മാറി ബാഗ് കൊടുത്തോണ്ട് വാ. ഓ, കരഞ്ഞ് കരഞ്ഞ് കണ്ണും മുഖവും ഒക്കെ നീര് വന്ന് വീർത്ത് കിട്ടിയതുപോലെയായി. ചെല്ല്, പോയിട്ട് വാ. ഒപ്പളമേ ചായ. ആ, ഒപ്പളമേ, എനിക്ക് ഒരപേക്ഷയുണ്ട്. അത് പറയുമ്പോ ഒപ്പളമേ എന്നോട് ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടേണ്ടതാണെങ്കിൽ ദേഷ്യപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും പറ. അത് അനിയൻകുട്ടനെ അനിയൻകുട്ടിനെ ഒപ്പളമേ അനിയൻകുട്ടനെ കൊണ്ടുപോരുത്. എനിക്കത് വലിയ സങ്കടാവും. നിന്റെ സങ്കടം തീർക്കാൻ ആ ചെറുക്കന് ജീവിതം നശിപ്പിക്കണോ? അവിടെ ദാസ് ഒറ്റയ്ക്കേ ഉള്ളൂ. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ചെറുക്കന്റെ പഠിത്തം ഒന്നും ശരിയാവില്ല. ഇത്രയും നാളും അവന്റെ അമ്മ ഞാൻ തന്നെയായിരുന്നില്ലേ ഒപ്പളമേ? ശരിയാ, സമ്മതിച്ചു. പക്ഷേ ഇനി അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ എപ്പോഴും അവനുണ്ടാകുക എന്ന് വെച്ചാൽ അതൊരു അതിയെപ്പറ്റാണ്. അവൻ വല്ലപ്പോഴും വിരുന്നു വരുന്ന ഒരു അതിഥി ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്കും സന്തോഷം, അവനും സന്തോഷം. അതല്ലേ അതിന്റെ ശരി. ആ, റെഡിയായോ? ഉടനെ എന്നെ പോവാം. ഏതായാലും ഓൺലൈൻ ക്ലാസ് ആയി നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ TC ഒക്കെ വാങ്ങിച്ചോണ്ട് പോകേണ്ടി വന്നേനെ. മോളെ കല്യാണി, ഒപ്പളമേ, ഓപ്പോളമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടായി. ആ കുഞ്ഞ്, നിന്റെ ഭർത്താവ് നല്ലവനാ, വളരെ നല്ലവൻ. ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന തങ്കപ്പെട്ട പയ്യനെ നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് ദൈവം നിനക്ക് തന്നതാ. ഈ കാര്യങ്ങളൊക്കെ നീ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ തൃച്ചമ്പരത്തെ അഖിലാണ്ടീശ്വരിയല്ല, സാക്ഷാൽ വിക്ടോറിയ രാജ്ഞിയാണെങ്കിലും വെല്ലുവിളിച്ച് ഞാൻ വന്ന് നടത്തിയിട്ട് പോകുമായിരുന്നു നിങ്ങളുടെ കല്യാണം, നല്ല ഭംഗിയായിട്ട്. ദാസ് പാലും പാവയ്ക്കും കഴിക്കുന്നവന് അവൻ അതിനുള്ള ധൈര്യമൊന്നുമില്ല. എന്റെ കുഞ്ഞ് നല്ലവളാ, നിനക്ക് നല്ലതേ വരും. ഒത്തിരി വഴക്ക് പറഞ്ഞു ഒപ്പോളമ്മ. എന്റെ കുഞ്ഞ് ഒത്തിരി കരഞ്ഞു. സാരമില്ല, അതൊക്കെ ഞാനിങ്ങ് തിരിച്ചെടുത്തു. കണ്ണീര് നനച്ച് വിതച്ചവർ ആർപ്പോടെ കൊയ്യുവെന്നാ പറയുന്നത്. ഇനി വരുന്ന നാളുകളെല്ലാം സന്തോഷത്തിന്റെ ആകട്ടെ. അല്ല, എവിടെ നിന്റെ വലിയ കുഞ്ഞ്? പുറത്ത് ആരും കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി. പറഞ്ഞേക്ക് ഓപ്പോളമ്മ പോയെന്ന്. ആയിരക്കണക്കിന് കോടികളുടെ ഉടമയായിരുന്നിട്ടും അതിൽ നിന്ന് 5 പൈസ എടുക്കാതെ സ്നേഹിച്ച പെണ്ണിന്റെ കൈയും പിടിച്ചോണ്ട് ഇറങ്ങിപ്പോന്ന അവന്റെ ചങ്കൂറ്റം ഉണ്ടല്ലോ, അതിന് കൊടുക്കണം ഒരു പൊന്മോതിരം. അവനാണ് ആൺകുട്ടി. പെണ്ണിനോളം തൂക്കത്തിൽ പൊന്നും പണവും വാങ്ങിക്കൊണ്ടുപോയിട്ട് അതും പോരായെന്നും പറഞ്ഞ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് മിന്നു കിട്ടിയ പെണ്ണിനെ ഫാനിലോ ഉത്തരത്തിലോ എന്തിന് ബാത്റൂമിൽ പോലും കെട്ടിത്തൂക്കുന്ന ചീണ്ടുകളുണ്ടല്ലോ, അവനൊക്കെ ഈ കുഞ്ഞിനെ കണ്ട് പഠിക്കണം. പത്തരം മാറ്റി തങ്കമ്മ മോളെ ഇറങ്ങി. അല്ല, അതങ്ങനെ വരൂ. നാട്ടുഭാഷയിൽ പറഞ്ഞാലേ മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലല്ലോ. ആ സ്ത്രീ ഉണ്ടല്ലോ, അഖിലാണ്ടേശ്വരി, പറഞ്ഞു കേട്ടതെല്ലാം വെച്ച് ഒരു ഭദ്രകാളിയെ പോലെ ആയിരിക്കുമെന്ന് കരുതിയ ഞാൻ അവരെ മുന്നിലേക്ക് ചെന്നത്. പക്ഷേ
മകനെ കണ്ടുകിട്ടാൻ വ്രതമെടുത്തിരിക്കുന്ന ഒരമ്മയെ ആ മുഖത്ത് ഞാൻ കണ്ടു. അവരോട് ഞാൻ വായിട്ടടിച്ചെങ്കിലും ഇപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ അവരെ തൊഴുകയാണ്. മഹാലക്ഷ്മിയാണവർ. സംഹാരത്തിനാകാതെ വരം മാത്രം നൽകാൻ കഴിവുള്ളൊരു മഹാലക്ഷ്മി. ആ പിന്നെ ഹേബിയസ് കോർപ്പസ് നിന്നെ കൊണ്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആനന്ദിന്റെ തിരോധാനത്തിൽ അഖിലാണ്ടേശ്വരി മാഡം അല്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പിന്റെ കാര്യം എന്താണെന്ന് അറിയോ മോക്ക്? നിനക്ക് സുഖമില്ലാന്നറിഞ്ഞ രാത്രി അവരിവിടെ വന്നിരുന്നു. ആരും കാണാതെ നിന്റെ മുറിയുടെ ജനൽ വഴി നിന്നെ നോക്കുന്ന ഞാൻ കണ്ടു. അന്ന് എനിക്ക് മനസ്സിലായി പുറമേ കാണിക്കുന്ന ഗൗരവം മാത്രമേ ഉള്ളൂവെന്ന്. നിന്റെ അമ്മ സുധയുടെ ജീവൻ പിടിച്ചു നിർത്താൻ ലക്ഷങ്ങൾ മുടക്കാനില്ലാതെ ഞാനും ദാസിൽ നിന്ന് ഉരുകിയപ്പോൾ ഞങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെ ചികിത്സാ ചെലവ് മുഴുവനും വഹിച്ച ഒരു മനസ്സാ മാഡത്തിന്റെ. അതെല്ലാം ഈ ഒപ്പോളമ്മ നിന്റെ കാര്യം അറിഞ്ഞപ്പോൾ മനഃപൂർവ്വം അങ്ങ് മറന്നു. അങ്ങനെ പാടില്ലായിരുന്നു. നന്ദിയോടെ ഓർത്തിരിക്കേണ്ടത് ഓർത്തിരിക്കുക തന്നെ വേണം. എന്ന് വെച്ചാൽ ആ മനസ്സിൽ അല്പം അഹങ്കാരം ഇല്ലെന്നൊന്നും ഒപ്പോളമ്മ പറയുന്നില്ല. ആ അഹങ്കാരത്തെ ജയിക്കാൻ ഈ ചെമ്പരത്തിക്കുടിയുടെ മനസ്സിലെ നന്മ മാത്രം മതി. ആ പോകാടാ. ഓ, ഇവൻ ഈ ഔട്ട് ഹൗസിൽ അടഞ്ഞിരുന്ന് വളർന്നു കാരണം അല്പം ചങ്കൂറ്റത്തിന് കുറവുണ്ട്. സാരമില്ല, അത് ഞാൻ ശരിയാക്കി എടുത്തോളാം. ആ ബാഗ് എടുക്ക്. ഇപ്പൊ പെയ്യുമല്ലോടാ. ദേ, ഈ മുഖത്ത് കയറിയ മഴക്കാറൊക്കെ കാറ്റടിച്ചങ്ങ് പൊയ്ക്കോളട്ടെ. അത് പെയ്തിറങ്ങണ്ട. നിന്നെ ഞാൻ കൊണ്ടുപോണില്ലടാ. അതെ, അമ്മയും മൈനെയും ഞാനായിട്ട് വേർപെടുത്തിയാലേ നിങ്ങളുടെ അമ്മ സുധ എന്നെ ശപിക്കും. അത് മാത്രമല്ല, നിന്റെ വലിയ കുഞ്ഞ് അവിടെ വന്ന് ഇവനെ പൊക്കിയെടുത്തും കൊണ്ടുവരും. നിങ്ങളുടെ സന്തോഷല്ലേ മക്കളെ എന്റെ സന്തോഷം. ആ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓപ്പോളമ്മ ഇനി എന്നാ വരിക? ജീവിതമല്ലേ കുഞ്ഞെ, നാളെ കാണുമെന്ന് ആർക്കറിയാം. ഏതായാലും നീ കരയാൻ തുടങ്ങിയപ്പോൾ ഓപ്പോളമ്മ വന്നു. നീ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തിരികെ പോകുന്നു. നീ എന്നെങ്കിലും കരയുമ്പോൾ അന്ന് ഞാൻ തിരികെ വരും. ഒത്തിരി കരഞ്ഞവർക്ക് ഇത്തിരി ചിരിയുടെ വില അറിയും. പോട്ടെ മോളെ. ശരി.